ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു. അല്ലാഹു നിങ്ങളുടെ മേൽ വിരോധിച്ചിരിക്കുന്ന മഹാപാപങ്ങൾ, ഗുരുതരമായ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ നിങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ നാം മായ്ച്ചു കളയുന്നതാണ്. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, മാന്യമായ ഒരു സ്ഥാനത്ത്, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വാസസ്ഥാനം അല്ലാഹു പരലോകത്ത് നൽകുന്നതാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള പുണ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഫമാ ഊതീകും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയ, നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളും അതുപോലെ നിങ്ങൾക്ക് അല്ലാഹു എന്തെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ദുനിയാവിലെ വിഭവങ്ങൾ മാത്രമാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ, അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും എന്നെന്നും നിലനിൽക്കുന്നതും. ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുകയും പരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ആ പരലോകത്തുള്ള വിഭവങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചുകൊണ്ട് പിന്നീട് പറഞ്ഞു, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, ഗുരുതരമായ പാപങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ, വൽ ഫവാഹിശ, മ്ലേച്ഛമായ നിന്ദ്യമായ കാര്യങ്ങളും ഉപേക്ഷിക്കുന്ന ആളുകൾ, വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ, കോപം വരുമ്പോൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ. ഗുരുതരമായ മഹാപാപങ്ങൾ ഒഴിവാക്കുകയും മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ വർജിക്കുകയും കോപം വരുമ്പോൾ അല്ലാഹുവിനെ വിചാരിച്ചു കൊണ്ട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയാണ് എന്നെന്നും നിലനിൽക്കുന്ന ഏറ്റവും ഉത്തമമായ പരലോകത്തെ സുഖാഡംബരങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇപ്പൊ മഹാപാപങ്ങൾ ഉപേക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അതോടൊപ്പം തന്നെ ഏതെല്ലാമാണ് മഹാപാപങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിക്കുന്നത്. അതിലൊന്നാണ് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. പലപ്പോഴും ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാവുന്നൊരു വിഷയമാണ്, നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല, എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നർത്ഥം. നമ്മൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന്, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന്. അതിനെ കേൾക്കുമ്പോൾ നമുക്ക് ആവർത്തന വിരസതയുണ്ടാവുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം 950 വർഷക്കാലം നമ്മൾ ആവർത്തിച്ചുകൊണ്ടത് മനസ്സിലാക്കുക. 1000 വർഷത്തോളം ഒരു പ്രവാചകൻ ഒരേ ജനങ്ങളോട്, ഒരൊറ്റ സമുദായത്തോട്, ഒരൊറ്റ ജനതയോട് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നായിരുന്നു, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നായിരുന്നു, അല്ലാഹുവിന് മാത്രം നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കണം എന്നുള്ള വിഷയമായിരുന്നു. ഒരു പ്രവാചകൻ 1000 വർഷത്തോളം പ്രബോധനം ചെയ്തത്. വളരെ കുറഞ്ഞ ആളുകളാണ് വിശ്വസിച്ചത്. ആ വിശ്വസിച്ചിരുന്ന ആളുകൾക്കൊരിക്കലും അതൊരലോസനമുണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മെപ്പോലെ ഈ പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകൾ ജുമഅക്ക് വന്നിരിക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പേരിലാണല്ലോ. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശിർക്ക് ചെയ്യരുതേ എന്ന് നിരന്തരമായി പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും നമുക്ക് ആവർത്തന വിരസത ഉണ്ടാവാൻ പാടില്ല.
മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം മനുഷ്യരെ എന്ന് വിളിക്കുന്നുണ്ട്, ആദമിന്റെ പുത്രരെ എന്ന് വിളിക്കുന്നുണ്ട്, യാ ബനി ആദം എന്ന് ഖുർആൻ വിളിക്കുന്നുണ്ട്, യാ ബനി ഇസ്രായീൽ, ഇസ്രായേലിന്റെ മക്കളെ എന്ന്, ഇസ്രായേൽ സന്തതികളെ എന്ന് വിശുദ്ധ ഖുർആൻ വിളിക്കുന്നുണ്ട്. അതുപോലെ നമ്മെ, മനുഷ്യ സമൂഹത്തെ അള്ളാഹു വിളിക്കാൻ വേണ്ടി പ്രയോഗിച്ച ഒരു വാചകമാണ് അള്ളാഹു കപ്പലിൽ കയറ്റിയ, നൂഹ് നബിയുടെ കപ്പലിൽ കയറ്റിയ ആ ആളുകളുടെ മക്കളെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കുന്നുണ്ട്. നൂഹിനോടൊപ്പം കപ്പലിലേക്ക് നാം കയറ്റിയവരുടെ മക്കളെ എന്ന് നമ്മയാണ് വിളിക്കുന്നത്. അള്ളാഹു നമ്മയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇന്നഹു കാന അബ്ദൻ ശക്കൂറ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നന്ദിയുള്ള ഒരു അടിമയായിരുന്നു എന്ന്. അപ്പോൾ നൂഹ് നബിയോടൊപ്പം കപ്പലിൽ കയറിയ ആളുകളെ അള്ളാഹു അവരുടെ മക്കളെ എന്ന് നമ്മെ വിളിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന, തൗഹീദ് പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്ന, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം കപ്പലിൽ കയറിയിരുന്ന ആളുകൾ. അവർ വിശ്വാസികൾ മാത്രമായിരുന്നു പിന്നീട് രക്ഷപ്പെട്ടത്. മഹാപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ബാക്കിയായത് മുവഹ്ഹിദുകൾ മാത്രമായിരുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ മാത്രമായിരുന്നു, ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്തവരായിരുന്നു, ശിർക്ക് മഹാപാപമാണ് എന്ന് വിശ്വസിച്ച ആളുകളായിരുന്നു. ആ മുവഹ്ഹിദുകളുടെ മക്കളാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അവ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് നമ്മൾക്കൊക്കെ ദിക്ർ ചൊല്ലാനുള്ള തോന്നലുണ്ടാവുക. മുമ്പ് നമ്മൾ ദിക്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അതെവിടെയായിരുന്നാലും എവിടെ പോയാലും നമ്മുടെ മനസ്സിലുണ്ടാവുക അള്ളാഹു നമ്മെ ദുനിയാവിലേക്ക് അയച്ചത് അള്ളാഹുവിന്റെ തൊഴിലാളികളായിക്കൊണ്ടാണ് എന്നുള്ള ബോധമുണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിന്റെ പണിക്കാരാണ് നമ്മൾ. അള്ളാഹു നമ്മിൽ തൊഴിലേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള തൊഴിൽ നിർവഹിക്കാൻ വേണ്ടിയാണ് മനുഷ്യ സമൂഹത്തെ ഈ ഭൂമുഖത്തേക്ക് അയച്ചത് എന്ന്. അള്ളാഹുവിന് അടിമത്വം വലിയ ഇഷ്ടമാണ്. അടിമത്വം ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു യാ ഇബാദി ഫത്തഖൂൻ, എന്റെ അടിമകളെ എന്ന് വിളിക്കുന്നത്. അത് സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ്. യാ ഇബാദ് ഫത്തഖൂൻ, എന്റെ അടിമകളെ നിങ്ങൾ എന്നെ സൂക്ഷിക്കണം, എന്റെ കാര്യത്തിൽ തഖ്വയുള്ളവരാകണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ഇബാദുർ റഹ്മാൻ, നമ്മൾക്കറിയാം പരമകാരുണികന്റെ റഹ്മാന്റെ അടിമകൾ, ദാസന്മാർ എന്ന് ഒരു വിഭാഗത്തെ അല്ലാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ഇബാദുർ റഹ്മാനില്ലദീ യംശൂന അലൽ അർദി ഹൗനാ എന്ന് തുടങ്ങുന്ന സൂക്തങ്ങൾ സൂറത്തുൽ ഫുർഖാനിൽ പരമകാരുണികന്റെ അടിമകളുടെ സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് അടിമത്വം ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ അടിമകളാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി ഒരു അടിമ എന്താ ചെയ്യുക? തന്റെ യജമാനന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. തന്റെ യജമാനൻ എന്താണോ പറയുന്നത് അത് ചെയ്യുന്നവരാണ്. തന്റെ യജമാനൻ എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിന്റെ അടിമകളാണ് എന്നുള്ള ബോധം, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ടാകും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അള്ളാഹു പറയുന്നത്, എന്റെ അടിമകളെ നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് പ്രാർത്ഥിക്കണം, നേർച്ച വഴിപാടുകൾ എനിക്ക് മാത്രം അർപ്പിക്കണം, നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ സന്താപത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നോട് മാത്രമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇത് പറയാനാണ് ലോകത്തുള്ള പ്രവാചകന്മാരെ മുഴുവനും അള്ളാഹു അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അടിസ്ഥാനപരമായ വിഷയം നമ്മൾ ശിർക്ക് ചെയ്യാതിരിക്കുക എന്നാണ്. ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും ബാത്തിലായി പോകും. ഒരുപക്ഷെ ശിർക്കല്ലാത്തതെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തന്നേക്കാം എന്നും
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അവനിൽ ശിർക്ക് ചെയ്താൽ അല്ലാഹു അത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുവെക്കുകയാണ് എങ്കിൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ കാര്യത്തിൽ ശിർക്ക് ചെയ്യുകയാണ് എങ്കിൽ ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ വ്യക്തമായ വഴികേടിലാണുള്ളത്, വിദൂരമായ വഴികേടിലാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. സൂറത്തുൽ നിസായിലാണ്, അതേ അധ്യായത്തിൽ തന്നെ 2 സ്ഥലത്തായിട്ട് ഈ ആയത്ത് പറയുന്നുണ്ട്. ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവർ വിദൂരമായ വഴികേടിലാണ് എന്ന് പറഞ്ഞത് ആ സ്ഥാനത്ത് ഫഖദിഫ്തറ ഇസ്മൻ അദീമാ, അവർ കെട്ടിയുണ്ടാക്കുന്നത് മഹാതിന്മയാകുന്നു എന്ന് മറ്റൊരു സ്ഥലത്ത് അതിന്റെ അവസാനത്തിൽ പറയുന്നു. ഇങ്ങനെ 2 ആയത്തുകൾ ഒരേ സൂറത്തിലുണ്ട്. ശിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ട്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നും മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ലയഹ്ബതന്ന അമലുക, അവരുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. എന്തൊക്കെ ചെയ്താലും അതെല്ലാം ബാത്തിലായി പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. മുൻഗാമികളെല്ലാം ആരാധിച്ചിരുന്നത് ഒന്നുകിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളായ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിദേവിയെയും അങ്ങനെ തുടങ്ങുന്ന പ്രപഞ്ചത്തെ ആരാധിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരിലുണ്ടായിരുന്ന പുണ്യപുരുഷന്മാരെ ആരാധിച്ചിരുന്നു. ബദ്ദും സുബാ എന്നെല്ലാം പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ പങ്കാളികളായിട്ട് മുൻഗാമികൾ ആരാധിച്ചിരുന്നവരെല്ലാം മഹാന്മാരായ ആളുകളായിരുന്നു. നമ്മുടെ മുസ്ലിം സമുദായത്തിലും അതുപോലെ മഹാന്മാരായ ആളുകളെ മരണപ്പെട്ടു പോയവരെ, അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും എല്ലാം അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകം നിയന്ത്രിക്കുന്നത് CM വലിയുല്ലാഹി, CM മണവൂരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ലയഹ്ബതന്ന അമലുക, എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ അല്ലാഹുവിനോട് മാത്രം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതുപോലെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും തന്റെ മനസ്സ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയിൽ മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിക്കുന്ന 7 മൂബിഖാത്തുകൾ, 7 മഹാപാപങ്ങളിൽ ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. ജീവിതത്തിൽ ശിർക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം, ശിർക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആത്മാർത്ഥമാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. Alhamdulillah Rabbil Alamin. غافر الذنوب وقابل التوب شديد العقاب بالطول لا اله الا الله. اللهم صل على محمد وعلى ال محمد. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ